ഇസ്രയേൽ പ്രധാനമന്ത്രിക്കും ഹമാസ് നേതാക്കൾക്കുമെതിരെ അറസ്റ്റ് വാറന്റുമായി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി രംഗത്ത് വന്നു. കോടതി വിധിയെ തള്ളി നെതന്യാഹുവും അമേരിക്കയും. വിശദാംശങ്ങൾ ബി പി ജെയിംസ് നൽകും. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ ബി പി ജെയിംസ്. ജെയിംസ്, ഈ ICCയുടെ തീരുമാനം, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ തീരുമാനത്തെക്കുറിച്ച്. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഒടുവിൽ ഒരു വളരെ കർശനമായ നിലപാടിലേക്ക് പോയിരിക്കുന്നു. കാരണം പലതവണ ദക്ഷിണാഫ്രിക്കയും മറ്റ് രാജ്യങ്ങളും ഇക്കാര്യത്തിൽ ഇത് യുദ്ധക്കുറ്റമായി കരുതിക്കൊണ്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ നിലപാടുണ്ടാവണം, ഇസ്രായേലിനെ വംശഹത്യയുടെ പേരിൽ ശിക്ഷിക്കണമെന്നുള്ള വാദം ഉയർത്തിയിരുന്നു. ഇപ്പോൾ അതിൻ്റെ വാദത്തിൻ്റെ അവസാന ഘട്ടത്തിൽ തന്നെ ഇസ്രായേലി നേതാക്കൾക്കെതിരെ നടപടി വരുമെന്നുള്ള പ്രചരണം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതാ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും അതുപോലെ തന്നെ അവിടുത്തെ പ്രതിരോധ മന്ത്രി യോഹ ഗാലന്റിനും എതിരെ, ഒപ്പം തന്നെ ഹമാസിൻ്റെ 3 നേതാക്കൾക്കുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി തയ്യാറാവുന്നുവെന്ന വാർത്തയാണ് വരുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ ചീഫ് പ്രോസിക്യൂട്ടർ കരീം ഖാൻ വളരെ പ്രശസ്തനായിട്ടുള്ള ആളാണ്. അദ്ദേഹം ബ്രിട്ടീഷ് രാജാവിൻ്റെ കൗൺസിൽ കൂടിയാണ്. അദ്ദേഹമാണ് ആ തരത്തിൽ പ്രസ്താവന, അവരെ അറസ്റ്റ് വാറണ്ട് സംബന്ധിച്ചുള്ള പ്രസ്താവന പുറപ്പെടുവിച്ചത്. എന്തായാലും അത് ഉടൻ ഉണ്ടാവും എന്ന് തന്നെയാണ്. അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നതേ ഉള്ളൂ, അത് രേഖാമൂലം വരാനിരിക്കുന്നു. എന്തായാലും അതേക്കുറിച്ചുള്ള പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പൊട്ടിത്തെറിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ ഇസ്രായേലിൽ കയറി വംശഹത്യ നടത്തി 1200 പേരെ കൊലപ്പെടുത്തിയതും 350 പേരെ ബന്ദികളാക്കി കൊണ്ടുപോയതും ഹമാസാണ്. അവരോടൊപ്പം ഞങ്ങൾ ശിക്ഷിക്കുന്ന എന്താണ് കാര്യം? അത് വംശഹത്യ നടത്തുന്ന ഭീകര സംഘടനയാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞത്. പക്ഷേ ഹമാസ് തിരിച്ചടിച്ചിട്ടുണ്ട്. ഹമാസ് പറയുന്നു, ഇവിടെ 35,000 പാലസ്തീനികളെ കൊന്നൊടുക്കിയത്, അതിൻ്റെ രക്തം മുഴുവൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ കൈകളിലാണ്, അദ്ദേഹത്തിൻ്റെ പ്രതിരോധ മന്ത്രിയും. അപ്പോൾ അദ്ദേഹത്തിന് അവർക്കെതിരെയാണ്, എന്തുകൊണ്ട് ഹമാസിനെതിരെ നടപടി സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും കരീം ഖാനെതിരെ ഏറ്റവും കൂടുതൽ ശകാരവർഷം പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം പെരുമാറുന്നത് നാസി ജർമ്മനിയിൽ യഹൂദന്മാർക്കെതിരെ നടത്തിയ വേട്ട പോലെയുള്ള വേട്ടയാണ് ഇപ്പോൾ നടത്തുന്നത്. കരീം ഖാൻ്റെ നിലപാടുകളൊക്കെ വളരെ മതാത്മകമായിട്ടുള്ള, തീവ്ര മതാത്മകമായിട്ടുള്ള നിലപാടുകളാണ് എന്നുള്ള രീതിയിലൊക്കെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും അമേരിക്ക ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരും സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ അമേരിക്ക ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. അങ്ങനെ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് നിലപാടെടുത്ത ഒരു വിധത്തിലും ശരിയല്ല എന്നുള്ള അർത്ഥത്തിലാണ് അവർ പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും യുദ്ധം, ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമായി തുടരുകയാണ്. ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ കൊല്ലപ്പെട്ട സംഭവം യഥാർത്ഥത്തിൽ ഹമാസിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഹമാസിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയിരുന്ന ആളായിരുന്നു ഇബ്രാഹിം റൈസി. അതുപോലെ തന്നെ അവിടുത്തെ വിദേശകാര്യമന്ത്രി ഹമാസ് നേതാക്കളുമായി ചർച്ച ചെയ്യാനായിട്ട് ഖത്തറിൽ പലതവണ എത്തിയിരുന്നു. അപ്പോൾ അവരുടെ തിരോധാനം അല്ലെങ്കിൽ അവരുടെ വേർപാട് ഹമാസിനെ ഞെട്ടിച്ചിരിക്കുന്നു. ഹമാസ് അതേക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഹെസ്ബുള്ളയും ഹൂതികളും അടക്കം. ബി പി ജെയിംസ്, UK യിൽ നിന്ന് മറ്റൊരു വിവാദം വരുന്നുണ്ടല്ലോ. അവിടെ 3000-ഓളം ആളുകൾക്ക് എയ്ഡ്സ് രോഗവും ഹെപ്പറ്റൈറ്റിസ് ബിയും ബാധിച്ചു എന്ന രീതിയിൽ കഴിഞ്ഞ 50 കൊല്ലത്തിൽ രക്തനയത്തിലുണ്ടായ പാളിച്ചകളിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് മാപ്പ് ചോദിച്ചു എന്ന വാർത്തയും വരുന്നുണ്ട്. എന്താണ് വിവാദത്തിന് പിന്നിൽ? ഒരുപക്ഷെ ലോകത്തെ തന്നെ അമ്പരപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ബ്രിട്ടനിൽ വന്നത്. പ്രത്യേകിച്ച് രക്തനയം കഴിഞ്ഞ 50 വർഷമായി 1970 മുതൽ പിന്തുടരുന്ന ബ്രിട്ടൻ്റെ രക്തനയം പരാജയപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. കാരണം ഇവർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് രക്തം രോഗികൾക്ക് നൽകാനായിട്ട് വാങ്ങിച്ചിരുന്ന രക്തം അമേരിക്കയിലെയും മറ്റു പല രാജ്യങ്ങളിലെയും ജയിലിലെ തടവുകാർ, അതുപോലെ തന്നെ എയ്ഡ്സ് ബാധിച്ചവർ, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി ബാധിച്ചവർ, ഇവരിൽ നിന്ന് യാതൊരു ഇതും നോക്കാതെ അതിനെക്കുറിച്ചുള്ള ഒരു തരത്തിലുള്ള പരിശോധനയുമില്ലാതെ ഈ രക്തമെടുത്ത് ഇവർക്ക് നൽകുകയും 30,000 പേർ, ആദ്യ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് 30,000 പേർ ഇതുമൂലം HIV എയ്ഡ്സ് രോഗികളായി അല്ലെങ്കിൽ ഹെപ്പാറ്റൈറ്റിസ് രോഗികളായി. അതിൽ 3,000 പേർ മരണമടഞ്ഞുവെന്ന അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ബ്രിട്ടനെ വല്ലാതെ ഞെട്ടിച്ചിരിക്കുന്നു. അതിൻ്റെ ഉത്തരവാദിത്തം സുനക്കിന് മാത്രമല്ല, ബ്രിട്ടനിൽ കഴിഞ്ഞ 50 വർഷം അധികാരത്തിലിരുന്ന ലേബർ പാർട്ടിയിലെയും കൺസർവേറ്റീവ് പാർട്ടിയിലെയും ഒക്കെ ആൾക്കാർ മുഴുവൻ ഉത്തരവാദികളാണ്. അതിൻ്റെ പേരിലാണ് ഒരു രാജ്യത്തിന് വേണ്ടി ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് മാപ്പ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഇത് മുഴുവൻ മൂടിവെക്കുകയായിരുന്നു, ഇതൊരു ആക്സിഡൻ്റ് അല്ല, ഇത് കണ്ടെത്തിയപ്പോൾ മാറ്റേണ്ടതായിരുന്നു. നാഷണൽ ഹെൽത്ത് സർവീസ്, അവിടുത്തെ ഡോക്ടർമാർ, ഗവൺമെൻറ് എല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ക്ലെയിം സ്റ്റാമറും
അതുപോലെ തന്നെ മാപ്പ് പറഞ്ഞു. കാരണം ഇത് ഒരു ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ മാത്രം പ്രശ്നമല്ല, അതിൻ്റെ പേരിൽ ഇത്രയും പേര് ഇനിയും ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ലാതെ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് SKM വന്നിരിക്കുന്നത്. അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കിയ ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദിസ് ഈസ് നോട്ട് എൻ ആക്സിഡൻറ്റ്. ഇത് യഥാർത്ഥത്തിൽ ഒളിച്ചു വെക്കുകയായിരുന്നു. ബ്രിട്ടനെ പോലെ ഒരു രാജ്യം അത് ചെയ്തത് വലിയ തെറ്റായിപ്പോയി എന്നുള്ള വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. അതിനിടയിൽ ഇന്ത്യൻ വംശജനായ സുനക്കിന്റെ പാർട്ടി പ്രതിസന്ധിയിലാണ്. SKN അവിടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് തിരിച്ചടി നേരിട്ടു എന്നും അറിയുന്നു. Okay, yes, this is a man-made tragedy. PP James, thank you. PP James വിദേശ വാർത്തകളുമായി ഇനി നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ വരും.